ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറിന്റെ പണിയിലാണ്. അപ്പം വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാന്ന്. ഇത് ബസ്മതി അരിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അപ്പുറമുള്ള പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി നല്ല വൃത്തിയായി കഴുകി എടുക്കണം. ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ അരിയൊക്കെ കഴുകി എടുത്ത് കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. കുക്കറിൽ വെച്ചാൽ വേഗാവും. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ക്യാമറ എടുത്ത് അപ്പുറം വെക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യിൽ നമ്മൾ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേഗം നെയ്ച്ചോറാക്കി എടുക്കാം. ഇങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുക്കാതെ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കണ്ടേ. വെള്ളം ചേർക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടാണ് അരി എടുത്തത്. അപ്പൊ ഈ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിവിടെ മൊത്തം 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കണ്ടേ. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിലടിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചെറിയ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ അകത്തുനിന്ന് പണിയെടുക്കുന്നു. ഇത്തോട്ടനും കൂട്ടുകാരും കൂടി പുറത്തുനിന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാരും കൂടി ജോറായ കളിയാണ്. അവരെങ്ങനെ കളിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാവേ. നമ്മുടെ നെയ്ച്ചോറോടെ ആയിക്കൊണ്ടുണ്ട്. നമുക്ക് തക്കാളി സവോളയൊക്കെ ചെറുതായി മുറിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യില അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഉള്ളിയും കൂടി വറുത്തിട്ടാൽ നെയ്ച്ചോറ് റെഡിയാവും. നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഉള്ളി വറുത്ത് അത് ചേർക്കുമ്പോഴാണ് നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ 6 kg നെയ്യാണ് എടുത്തത്. നമ്മൾ സവോള ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വറുത്തെടുക്കണേ. നെയ്ച്ചോറ് നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാം. ഞാൻ അധികം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉള്ളി ഫ്രൈ ആയിക്കോണ്ടുണ്ട്. ഉള്ളി വറുത്ത അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തെടുത്താൽ നെയ്ച്ചോറിൻ്റെ എല്ലാ പണിയും കഴിയുവേ. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുക്കണം.
അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിന്റെ വീഡിയോ എടുത്തില്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ കറി ഞാൻ എഡി പിടിന്നാക്കിയതാ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി വന്നത് ഒരു പാത്രത്തിലേക്ക് ആക്കുവാണ്. ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്തതാണ്. ചേച്ചേട്ടന് ലീവ് കിട്ടിയപ്പോൾ അപ്പോൾ പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പൊ കുറേ പണിയുണ്ട്. രജീഷേട്ടൻ വരുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കണം. ഡ്രസ്സ് എടുത്ത് വെക്കാനും ഒത്തിരി പണിയുണ്ട്. അടുക്കളയൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ തുണി വിരിച്ചിടാൻ തുടങ്ങുവാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കുളിച്ച് റെഡി ആവണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളേ. ബൈ.